ലോകം വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാതെ ഇന്നും തുടരുകയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളും റഷ്യയെ സ്ട്രാറ്റജിക്കൽ ഡിഫീറ്റ്, അങ്ങനെ പരാജയപ്പെടുത്തണം എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ റഷ്യ മറുവശത്ത് ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ബന്ദി മോചനത്തിനു വേണ്ടി ഇസ്രായേലും അമേരിക്കയും കരുക്കൾ നീക്കുന്നുണ്ട് എങ്കിലും മറ്റൊരു വലിയ യുദ്ധം മിഡിൽ ഈസ്റ്റിനെ വിഴുങ്ങുമോ എന്ന ആശങ്കയിൽ നിലനിൽക്കുകയാണ്. ഇറാനിലേക്കും അതുപോലെ ഹൂത്തികൾക്ക് മുകളിലേക്കും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഉടനെ ആക്രമണം അഴിച്ചുവിട്ടേക്കുമോ എന്നുള്ള ആശങ്ക മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രൈസിസുകളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, തീവ്ര വലതുപക്ഷത്തിൻ്റെ ഉയർച്ച, അതുപോലെ തന്നെ ജർമ്മനിയിൽ ഈ മാസം 23-ാം തീയതി നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, ഇതിനെയെല്ലാം ആസ്പദമാക്കിയാണ് ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത്. എൻ്റെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജോജി അരുൺ. യൂറോപ്പ് ഇപ്പോൾ വലിയ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നതോടുകൂടി ഇപ്പോൾ ആശയങ്ങളാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നമുക്കറിയാം പോപ്പുലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം ഡെമോക്രാറ്റുകളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ആശയഗതികളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളുള്ള ആളല്ല. എന്നാൽ മറിച്ച് യൂറോപ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല ഭരണക്രമങ്ങളും, ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ കാര്യം തന്നെ നമുക്കറിയാം, കാനഡയിലെ, യൂറോപ്പിലാണെങ്കിലും ഇപ്പോൾ ബ്രിട്ടനിൽ ഭരിക്കുന്ന കീർ സ്റ്റാർമർ ആണെങ്കിലും, അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും, ജർമ്മനിയുടെ ഒലാഫ് ഷോൾഫ് അടക്കമുള്ള ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും പലപ്പോഴും ട്രംപിൻ്റെ ആശയഗതികളുമായിട്ട് അവർക്ക് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, നാറ്റോയുടെ ഇഷ്യൂ ആണെങ്കിലും, അതുപോലെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഊർജ്ജ പ്രതിസന്ധി ആണെങ്കിലും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം ജർമ്മനിയും അതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. ഈ അവസരത്തിലാണ് ഇനിയിപ്പോൾ ഫെബ്രുവരി 23-ാം തീയതി ജർമ്മനിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യമുണ്ട്. അവിടെ ഫാർ റൈറ്റ് അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രഡിക്ഷൻ, അധികാരത്തിൽ വന്നില്ലെങ്കിൽ പോലും ഏറ്റവും ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളുടെ തൊട്ടു താഴെ ഏകദേശം 141ഓളം സീറ്റുകൾ അവർ പിടിക്കുമെന്നുള്ള ഒരു സൂചന ഇപ്പോൾ പോളുകളിൽ നിന്നടക്കം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ യൂറോപ്പിൻ്റെ ഒരു പോക്ക്, ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം യൂറോപ്പിൻ്റെ ഒരു പോക്ക് മറ്റൊരു വഴിക്ക്, എന്ന് വെച്ചാൽ ഒരു ലിബറൽ ഡെമോക്രാറ്റുകളുടെ, അതും അല്ലെങ്കിൽ ഒരു ലെഫ്റ്റിസ്റ്റ് ഒരു സെൻട്രൽ പൊളിറ്റിക്സിൽ നിന്നും മാറി മറ്റൊരു ഗതിയിലേക്ക്, ഫാർ റൈറ്റിൻ്റെ വഴിയിലേക്ക്, അതുപോലെ തന്നെ ആൻറ്റി ഇമിഗ്രേഷൻ, ആൻറ്റി ഇസ്ലാം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു രീതികളിലേക്ക് ഈ അടുത്ത കാലത്തായിട്ട് മാറുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക് നമുക്ക് വിലയിരുത്താൻ കഴിയുക? ഡൊണാൾഡ് ട്രംപ് ദ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ റൂളർ എന്ന് പറയാം. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ അതേക്കുറിച്ചുള്ള ആ ഒരു അഭിസംബോധന വളരെ അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. കാനഡ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അല്ലെങ്കിൽ നാറ്റോ, യൂറോപ്പ്, ഇതൊക്കെയായിട്ട് അമേരിക്കയ്ക്ക് വളരെ വെസ്റ്റ് അമേരിക്ക അതൊക്കെ ചേർന്ന് പോകുന്ന എന്നാ പറയുക രാജ്യങ്ങളാണ്, സഖ്യകക്ഷികളാണ് ശരിക്കും, വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ അവിടെ സാധാരണ രീതിയിൽ ഏത് അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും, അതിപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ, ഡെമോക്രാറ്റിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ ലിബറൽ ഏത് പാർട്ടി ആയിക്കോട്ടെ, എവിടെ വന്നാലും ശരിക്ക് അവർക്ക് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാറില്ല. അവർ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പോളിസി മാറ്റുന്നത് അവരുടെ കോമൺ പോളിസികൾക്ക് യാതൊരു പക്ഷേ ഇവിടെ അങ്ങനെയല്ല ശരിക്കും. ഇവിടെ റൂം മനസ്സിലാക്കണം, ഈ കാനഡ എന്ന് പറയുന്നൊരു നിസ്സാര രാജ്യമല്ല അല്ലേ, വളരെ ഒരു സ്ട്രോങ് ആയ രാജ്യം, അതുപോലെ അമേരിക്കയായിട്ട് അത്ര ക്ലോസ് ആയ രാജ്യം, ദ മോസ്റ്റ് ഡിപ്പെൻഡൻ്റ് അലൈയാണ്, വളരെ എന്നാ പറയുക വളരെ അഭേദ്യമായ ബന്ധങ്ങളുണ്ട്, അവർക്ക് പല പല ചരിത്രങ്ങളുണ്ട്, അങ്ങനെ ഇതെല്ലാം ഉണ്ട്. പക്ഷേ അവരോടാണെങ്കിൽ പോലും ഈ ട്രൂഡോയുടെ ചില ആശയങ്ങളോടുള്ള ട്രംപിൻ്റെ ആ ഒരു എതിർപ്പ് അല്ലെങ്കിൽ വിയോജിപ്പാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പ്രകടമാകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ജോറോബിന്, ട്രംപിൻ്റെ പ്രശ്നം അമേരിക്കക്കാരുടെ ടാക്സ് പോകുന്ന മാത്രമല്ല, പണം പോകുന്ന മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു അമേരിക്കയുടെ ആ ഒരു സാമ്പത്തിക നേട്ടം മാത്രമല്ല, മറിച്ച് ട്രംപിൻ്റെ കുറച്ച് ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളുമായിട്ട് ഫ്രാൻസ് ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, അതിപ്പോൾ UK ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാനഡ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പ്രത്യേകിച്ച് ജസ്റ്റിൻ ട്രൂഡോയുടെയൊക്കെ ആശയങ്ങളുമായിട്ട് ഒരിക്കലും ട്രംപിന് ചേർന്ന് പോകാൻ സാധിക്കില്ല. അവിടെയാണ് ഇവിടെ റോബിൻ പറഞ്ഞ ആ പോയിന്റ് കുറേ കൂടെ കൃത്യമാണ്. ശരിക്കും ഒരു പ്രോ ഇസ്ലാമിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് ഐഡിയയിലേക്ക് യൂറോപ്പ് വല്ലാതെ വഴുതി വീണു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ പറഞ്ഞ ഭയങ്കര ഇല്ലീഗൽ ആൻഡ് ലീഗൽ മൈഗ്രേഷൻ്റെ ഒരുപാട് കൂടുതൽ. അവിടെ മനസ്സിലാക്കണം, തീവ്ര സ്വഭാവമുള്ള ചില സംഘടനയിൽപ്പെട്ടവർ അവിടെ നുഴഞ്ഞു കയറുന്നു. അവരെ ഈ അഭയാർത്ഥികളെന്ന് എന്തുമാത്രം ഓമനപ്പേരിട്ട് വിളിച്ചാലും അവർ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിന് അപകടകരമാണ് ശരിക്കും. ആ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്തെല്ലാമാണ് സംഭവിക്കുക ശരിക്കും. ഞാൻ അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ന്യൂസുകൾ എന്താ ശരിക്കും മനസ്സിലാക്കണം. പിന്നെ ഈ ജർമ്മനിയുടെ ഒരു നഴ്സറി സ്കൂളിൽ കയറി അവിടുത്തെ കുട്ടികളെല്ലാം കണ്ടവരെല്ലാം കുത്തുന്നു ശരിക്കും.
ഈ കഴിഞ്ഞ ദിവസം ഇന്ന് ദിവസത്തിലാണ് കേട്ട ന്യൂസാണ് നെതർലാൻഡ്സിൽ ഒരു 11 വയസ്സുകാരി കൊച്ചിനെ കുത്തിക്കൊല്ലുന്നു. മറ്റൊരു കാര്യം പറഞ്ഞാൽ സ്വീഡനെ പോലുള്ള രാജ്യമാണ്. അപ്പോൾ എല്ലാവരും പറയാണ്ട് സ്വീഡൻ അവർക്ക് അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളവരെ പ്രവർത്തിക്കാൻ അതെല്ലാം ഉണ്ട്. പക്ഷേ ആ രാജ്യത്ത് ഖുറാൻ കത്തിച്ച് നല്ലതെന്ന് പറയുന്നില്ല, പക്ഷേ ഖുറാൻ കത്തിച്ച് ഒരാളെ പരസ്യമായിട്ട് വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെ യൂറോപ്പ് ശരിക്കും ഇപ്പോൾ എന്താ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഈ അഭയാർത്ഥികളെ കൊണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ട്രംപിൻ്റെ ഒരു പ്രത്യേകത, ട്രംപ് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട്. ട്രംപ് തൻ്റെ രാജ്യത്തെ ബലി കഴിക്കാൻ തയ്യാറല്ല. അപ്പോൾ ആ രീതി വരുമ്പോൾ ട്രംപിന് പറയുന്നത് ഇവർക്ക് വേണ്ടി, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ അമേരിക്കയ്ക്ക് പൈസയില്ല. അതിപ്പോൾ UNRW ആയിക്കോട്ടെ, അല്ലെങ്കിൽ UN-ൻ്റെ ഏത് പിന്നെ പറയുക ഈ ഏജൻസി ആയിക്കോട്ടെ, അവർക്ക് ട്രംപിന് അവിടെ ഒന്നും അനാവശ്യമായിട്ട് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ലോകത്തിൻ്റെ സംവിധാനത്തെ ആകമാനം തകിടം മറിക്കുന്ന അവസ്ഥയ്ക്കൊന്നും പണം ചിലവഴിക്കാൻ ട്രംപിന് ഒട്ടും സമയമില്ല ശരിക്കും. അപ്പോൾ UK-യുടെ അവസ്ഥ ട്രംപ് അതല്ലേ പറയുന്നതായിരിക്കും. UK-യുടെ അവസ്ഥയെക്കുറിച്ച് JD Vance പറഞ്ഞ കമൻസ് നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ന്യൂക്ലിയർ പവർ ഓൺ ചെയ്യുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം, അത് നമ്മൾ കാണുന്ന പോലെ ഒരുപക്ഷെ ഇറാനോ പാകിസ്ഥാനോ എന്നല്ല, മറിച്ച് അത് UK ആകാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഇവിടെയാണ് ഈ ബ്രെവർമാൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നത് ശരിക്കും. ബ്രെവർമാൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലാക്കണം. ബ്രെവർമാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ ഗ്രൂമിംഗ് ഗാങ്സിൻ്റെ ആ ഒരു വലിയ അപകടത്തെക്കുറിച്ചും UK-യുടെ തന്നെ ആ ഒരു ഐഡൻറ്റിറ്റി പോകുന്ന അവസ്ഥയെക്കുറിച്ചും UK രീതിയിൽ ഈ മൈഗ്രേഷൻ കടന്നു പോകാണ്ട് UK നഷ്ടപ്പെടും. ഇവിടുത്തെ ആ ഒരു എന്നാ പറയുക ഈ ഐഡൻറ്റിറ്റി തന്നെ ഇല്ലെന്നാകും, വലിയ തകർച്ചയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി വാണിംഗ് കൊടുത്തു. അപ്പോൾ അത് പക്ഷേ ശ്രദ്ധിക്കാൻ ആളില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ട്രംപിൻ്റെ വരവോടുകൂടി ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഒരു വളരെ എന്നാ പറയുക ക്ലാരിറ്റി ഉണ്ടാവുകയാണ്. യൂറോപ്പ് ഒരു അവേക്കനിങ് സ്പേസിലാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കേണ്ട ഈ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ ഒരു ഉദയം ഉണ്ടാകുന്നത്. അതിപ്പം ഇറ്റലി ശരിക്കും മെലോനി വന്നത് ഒരു ഭയങ്കര ചരിത്ര സംഭവം ശരിക്കും. അവർ പറഞ്ഞ നാസി സല്യൂട്ടാണ്, അല്ലെങ്കിൽ തികച്ചും ഒരു നാസിസത്തിലേക്ക് ഇറ്റലി പോകുന്നത് പറഞ്ഞു. പക്ഷേ മെലോനിക്ക് വ്യക്തമായ ഐഡിയ ഉണ്ട് ഇറ്റലി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇറ്റലിയെ എങ്ങനെയും രക്ഷിക്കണം. ഇറ്റലിയെ ശരിക്കും ഈ അവസ്ഥ ഇപ്പോൾ ഇറ്റലി ഉറപ്പായിട്ടും തകർന്നു പോകും. അതുതന്നെയാണ് ഹംഗറിയിലെ അവസ്ഥ. ഹംഗറി, പോളണ്ട്, ഇനിയിപ്പോൾ നെതർലാൻഡ്സ്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ഈ ജർമ്മനിയിലൊക്കെ എന്താ പറയുക, ഇവർക്ക് ഭയങ്കരമായ പരിശ്രമമുണ്ട്. പക്ഷേ AFDക്ക് എത്രമാത്രം ഈ ഒരു ഭരണം പിടിക്കാൻ സാധിക്കും നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിലും അവർക്കൊരു മേജർ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള പാർട്ടിയായി മാറാൻ സാധിക്കും. ഈവൻ ബ്രിട്ടനിലും ആഗ്രഹമുണ്ട്. പക്ഷേ ബ്രിട്ടൻ്റെ അവസ്ഥ ഇനി തിരിച്ചു ആ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ് ശരിക്കും മനസ്സിലാക്കണം. ഫ്രാൻസ് തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ അവർക്ക് അവിടെ അത്ര ശക്തിപ്പെടാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണല്ലോ ഈ അമേരിക്ക അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ശരിക്കും ഈ ഒരു പുതിയ ആ ഒരു മിനിസ്ട്രി ക്യാബിനറ്റ് അതൊക്കെ വളരെ സ്ട്രോങ് ആണ് ശരിക്കും. അപ്പം അവർക്ക് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് വളരെ നല്ല കൃത്യമായ ഒരു ഐഡിയ ഉണ്ട്. ഇതൊക്കെ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയും തീവ്ര വലതുപക്ഷമുള്ള പാർട്ടികൾ യൂറോപ്പിൽ പൊങ്ങുവരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു എക്സ്ട്രീം തീവ്ര വലതുപക്ഷമാകുന്നത് ഭയങ്കര അപകടമാണ് ശരിക്കും, നമുക്കറിയാം, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു പരിധി വരെ അവരവരുടെ ഐഡൻറ്റിറ്റിയെ ആ ഒരു കീപ്പ് ചെയ്യാൻ വേണ്ടി ഈ രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തനങ്ങളും ഒക്കെ ഉറപ്പായിട്ടും കടത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും എന്നാ പറയുക, ഈ ഒരു പ്രോ ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് ഐഡിയ ഉള്ളവർക്ക് ഈ ഒരു 4 വർഷക്കാലം അത്ര ഒരു സമാധാനപരമായിരിക്കില്ല. അതിനെതിരെയുള്ള നീക്കങ്ങളുണ്ടാവും, ഉറപ്പായിട്ടും ശക്തമായ ആക്ഷൻസും ഉണ്ടാവും. മറ്റൊരു കാര്യം, ഈ യൂറോപ്പിലെ പല ഭാഗങ്ങളിലേക്കും തീവ്ര വലതുപക്ഷം ഒരു കുതിച്ചുചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 2015 ഒരു ഈ മൈഗ്രൻ്റ് ക്രൈസിസിൻ്റെ ശേഷം ഏകദേശം യൂറോപ്പിൽ ഈ തീവ്ര വലതുപക്ഷത്തിനൊരു കുതിച്ചുചാട്ടം എന്ന് പറയുന്ന പോലത്തെ ഒരു ഫിനോമിനയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ പറഞ്ഞപ്പോഴാണ് എനിക്കും ആ ഒരു രീതിയിലുള്ള, ഇപ്പോൾ ഈ ജർമ്മനിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ AFD ഇപ്പോൾ തീവ്ര വലതുപക്ഷം അധികാരത്തിലേക്ക് വരുമ്പം അവർക്ക് ഏകദേശം 21% വോട്ട് ഷെയർ ലഭിച്ചേക്കുമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 2% കുറഞ്ഞ് ഏകദേശം 10% വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്. അതിന് മുന്നത്തെ പ്രാവശ്യം ഏകദേശം 12%. നല്ല ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ഈ അടുത്ത 2024 നടന്ന സ്റ്റേറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് ഏകദേശം 33%, ഒരു സ്ഥലത്ത് 31%, ഒരു സ്ഥലത്ത് 30%. അങ്ങനെ നല്ല എന്ന് വെച്ചാൽ 1/3 ഭൂരിപക്ഷത്തിൻ്റെ ഒരു വലിയ നേട്ടം ഇവർക്ക്. അതിന് മുകളിലുള്ളൊരു നേട്ടം എന്ന് വെച്ചാൽ പലപ്പോഴും വലിയ നിയമങ്ങൾ പാസ്സാക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഇവരുടെ തീരുമാനം ഒരു അടിസ്ഥാനമായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇവരെത്തുന്ന സാഹചര്യം. അതുപോലെ തന്നെ യൂറോപ്യൻ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അവർ 2ാം സ്ഥാനത്തെത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ വളരെ വലിയൊരു കുതിച്ചുചാട്ടം ഈ AFD പാർട്ടിക്ക്, അത് തീവ്ര വലതുപക്ഷമാണ്. ഇനി ഇവരുടെ ഒരു എന്താ പറയുക, ഒരു മോട്ടോ എന്ന് പറയുന്നത് പോലത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമൈസേഷൻ ഓഫ് യൂറോപ്പ് അതായിരുന്നു അവരുടെ
ഏറ്റവും ഫസ്റ്റ് അടിസ്ഥാനപരമായ എതിർപ്പ്, അവരുടെ മോട്ടോ എന്ന് പറയുന്നത് ഈ ഇസ്ലാമൈസേഷൻ ഓഫ് യൂറോപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മൈഗ്രൻ്റ് ക്രൈസിസിലേക്ക് മാറി. അങ്ങനെ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്, ഇനിയിപ്പോൾ അടുത്തത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റ് അധികാരത്തിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ ഭൂരിപക്ഷം, അവിടെയാണ് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ആരുമായിട്ട് അലിയൻസ് ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഇടതുപക്ഷവുമായിട്ട് തീർച്ചയായിട്ടും ഗ്രീൻസും ഇടതുപക്ഷവുമായിട്ട് തീർച്ചയായിട്ടും ഒരു അലിയൻസിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ജർമ്മനിയിലുണ്ടാകും. അപ്പോൾ പക്ഷേ അങ്ങനെ വന്നാൽ പോലും പാർലമെൻറ്റിൽ കൃത്യമായി നിയമങ്ങൾ പാസ്സാക്കിയെടുക്കാൻ AFD തീവ്ര വലതുപക്ഷം ഒരു ഒബ്സ്റ്റക്കിളായി, ഒരു മേജർ ഫാക്ടറായി മാറാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ജർമ്മനിയിൽ നിലനിൽക്കുന്ന, ഇപ്പോൾ 23-ാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ജർമ്മനിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ജർമ്മനിയാണ് യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്ന, യൂറോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായിട്ട് നിന്ന, വളർച്ചയുള്ള ഒരു എഞ്ചിനായിട്ട് നിന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ജർമ്മനിയായിരുന്നു. പക്ഷേ ഈ 2023 ജർമ്മനിയുടെ വളർച്ച എന്ന് പറയുന്നത് -0.3%, 2024 -0.2%. ഇനിയിപ്പോൾ വരുന്ന വർഷം അത് റിസഷൻ മാറി ഏകദേശം 0.2%-ലേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് വളരെ രൂക്ഷമാണ്. എന്ന് വെച്ചാൽ ഏകദേശം 35,000 ആളുകളെ ലേ ഓഫ് ചെയ്യാനാണ് വോക്സ്വാഗൻ കമ്പനി, നമുക്കറിയാം ജർമ്മനിയുടെ ട്രേഡ് മാർക്കായിട്ടുള്ള വോക്സ്വാഗൻ കമ്പനി, അവർ 35,000 ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് കമ്പനികൾ ലേ ഓഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ തീവ്രമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള അവസ്ഥയിലൂടെ ജർമ്മനി കടന്നു പോവുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് യൂറോപ്പിലെ മറ്റ് പല രാജ്യങ്ങൾക്കുമുള്ളത്. ബ്രിട്ടനാണെങ്കിലും അതുപോലെ തന്നെ ഫ്രാൻസിനാണെങ്കിലും അതുപോലെ തന്നെ പല രാജ്യങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ജർമ്മനിയിൽ ഈ AFD അധികാരത്തിൽ വരുമ്പോൾ AFD പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഉക്രൈന് ആയുധങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ജർമ്മനി ഇതുപോലെ ഒരു മുരടിച്ച വളർച്ചയുള്ള, അതുപോലെ റിസഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഉക്രൈനിലേക്ക് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം ഒഴുക്കിയത് ജർമ്മനിയാണ്. ഏകദേശം $44 ബില്യൺ ഉക്രൈനിലേക്ക് ആയുധമായിട്ടും പണമായിട്ടും ജർമ്മനി എത്തിച്ചത് എന്നുള്ളൊരു വശമുണ്ട്. അപ്പോൾ ഈ നാറ്റോയുടെ ഏറ്റവും വലിയ ബേസ് ഇരിക്കുന്നത് ഈ ജർമ്മനിയിലാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് ഇരിക്കുന്നത് ജർമ്മനിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഈ AFD എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത്, ഒന്ന്, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒഴിവായി പോകണം, അതുപോലെ തന്നെ ഉക്രൈനിലേക്ക് ആയുധങ്ങൾ കൊടുക്കണ്ട, അതുപോലെ തന്നെ ഇനി മുതൽ അമേരിക്ക സൈനികമായി ജർമ്മനിയെ സഹായിക്കേണ്ട ആവശ്യമില്ല, ജർമ്മനിയിൽ ബേസ് വെക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ജർമ്മനി സ്വന്തമായിട്ട് സൈന്യത്തെ ഉണ്ടാക്കി കൃത്യമായിട്ട് പൊയ്ക്കൊള്ളാം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ AFD എന്ന തീവ്ര വലതുപക്ഷ പാർട്ടി അവരുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ട്രംപും അതുപോലെ തന്നെ എലോൺ മസ്കും ഈ AFDയെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളിടത്താണ് നമ്മൾ ശരിക്കും ഡൊണാൾഡ് ട്രംപിൻ്റെ ആ വ്യൂ പോയിൻറ്റിൻ്റെ ആ മാറിയ ആ തലം കാണേണ്ടത് എന്നുള്ളതാണ്. കാരണം എലോൺ മസ്കിനെതിരെ വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. പക്ഷേ അന്നേരം എലോൺ മസ്ക് പറയുന്നത്, ഞാനാണ് ലാർജസ്റ്റ് ഇൻവെസ്റ്റർ ഇൻ ജർമ്മനി, ഞാനാണ് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ അമേരിക്ക അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടുണ്ട്. എലോൺ മസ്ക് പോലും ഇപ്പോൾ ബ്രിട്ടനിലെ ഫാർ റൈറ്റിനെ പിന്തുണയ്ക്കുന്ന നിലപാട് എലോൺ മസ്ക് എടുത്തു. അപ്പോൾ ഇവിടെ യൂറോപ്പിലെല്ലാം ഫാർ റൈറ്റിനെ പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ ഈ ജർമ്മനിയിൽ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന ഒരു കാര്യം, ഒരു തരത്തിലും AFDയുമായി ഒരു തരത്തിലുള്ള ഒരു അലിയൻസിന് ഇവർ തയ്യാറില്ല, എങ്ങനെ പോയാലും അലയൻസിന് അതുപോലെ ഇവരെ മാറ്റി നിർത്തുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ അമേരിക്ക ഈ ഫാർ റൈറ്റുകളെ ഒരുമിച്ച് നിർത്താനും യൂറോപ്പിൽ അവരെ കൂട്ടിച്ചേർത്ത് അമേരിക്കയോട് ചേർത്ത് നിർത്തുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് വളരെ വലിയൊരു വ്യത്യാസത്തിലേക്ക് യൂറോപ്പിനെ കൊണ്ടുപോകുന്നത്, ലോകത്തെ കൊണ്ടുപോകുന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇപ്പം മൈഗ്രൻ്റ് ക്രൈസിസ് പോലും ഇപ്പോൾ ഈ പുതിയ AFD ഈ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ് അധികാരത്തിലേക്ക് വരും എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റ് അവർ വരുമ്പോൾ പോലും അവർ പറയുന്നത് മൈഗ്രൻസിനെ ഞങ്ങൾ ഒഴിവാക്കും, ഇവിടെ ഉണ്ടായിരുന്ന അസൈലം സീക്കേഴ്സിനെ എല്ലാം ഒഴിവാക്കും, അതുപോലെ ഇനി ആരെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് പറയുന്നുണ്ട്. അത് AFD പറയുന്നുണ്ട് ഞങ്ങളെ കോപ്പി അടിച്ചാണ് അവർ ചെയ്യുന്നത് എന്ന്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് യൂറോപ്പിലെ ഈ ലിബറൽ ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് ആ ഒരു കാഴ്ചപ്പാടുള്ള ആ ഭരണകൂടങ്ങളെ എത്താനുണ്ടായ സാഹചര്യം ഇതുപോലുള്ള തീവ്ര വലതുപക്ഷത്തിൻ്റെ ഉദയമാണ്. പക്ഷേ തീവ്ര വലതുപക്ഷം ഇപ്പം ജർമ്മനിയിൽ 30% യുവാക്കളും സപ്പോർട്ട് ചെയ്യുന്നത് ഈ AFD ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പോളുകളിൽ 21% എന്ന് പറഞ്ഞാൽ പോലും എങ്ങനെയായിരിക്കും അതിൻ്റെ ഭാവി എന്നുള്ളത് അറിയത്തില്ല. ചിലപ്പോൾ ഒരുപാട് അതിലും കൂടാനും സാധ്യതയുണ്ടെന്നുള്ള വശങ്ങൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ അരുൺ, ഈ യൂറോപ്പിലെ ഈ ഫാർ റൈറ്റിൻ്റെ, അതുപോലെ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇറ്റലിയിൽ ഫാർ റൈറ്റ് അധികാരത്തിൽ വന്നിരിക്കുന്നു, ജോർജിയ മെലോണി
ഉണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും ഈ ഫാർ റൈറ്റ് കോalition ഭരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അമേരിക്കയിൽ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് പോപ്പുലിസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ പോലും ഒരു പക്ക ഫാർ റൈറ്റ് ഒരു പക്ക ഫാർ റൈറ്റ് ആണ്. ഫാർ റൈറ്റുകാരെ വ്യാപകമായി പിന്തുണയ്ക്കുന്ന അവസ്ഥയും നിലനിൽക്കുന്നു. ഇങ്ങനെ പോകുമ്പോൾ അത് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്മയിലേക്കായിരിക്കുമോ, ഏത് രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള സാധ്യതയാണുള്ളത് ശരിക്കും? റോബിനെ, യൂറോപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതായത് ക്രിസ്ത്യാനിറ്റി വന്നതിന് ശേഷമാണ് യൂറോപ്പിൽ മാറ്റം വന്നത്. അതുവരേക്കും ബാർബറിയൻസും പാഗൻ കൾച്ചറുമായിട്ട് നടന്നിരുന്ന ഒരു സമൂഹമാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയുടെ വരവോട് കൂടിയിട്ട് ആ രാജ്യങ്ങൾക്ക് വന്നൊരു മാറ്റമുണ്ട്. അവരെല്ലാവരും ഒരു പരിഷ്കൃത സമൂഹമായിട്ട് മാറി. ആ പരിഷ്കൃത സമൂഹമാണ്, അല്ലെങ്കിൽ ആ മൂല്യങ്ങളുള്ള ഒരു സമൂഹമാണ് ഇന്നത്തെ യൂറോപ്പാക്കി മാറ്റിയത്. നമുക്ക് പിന്നീടുള്ള യൂറോപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സഭയിലുണ്ടാകുന്ന സ്പ്ലിറ്റ്, ഈസ്റ്റും വെസ്റ്റും രണ്ടായിട്ട് തിരിയുന്നതും, പിന്നീട് ആ ഈസ്റ്റ് ആരുടെ കയ്യിലാണ് പോകുന്നത്? കൃത്യമായിട്ട് ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിലേക്ക് ഈസ്റ്റ് പോവാണ്. പൂർവേഷ്യ പൂർണ്ണമായിട്ടും ഇസ്ലാമിൻ്റെ ഒരു ആധിപത്യത്തിലേക്ക് പോയാണ്. അന്നും യൂറോപ്പ് പിടിച്ചു നിന്നു. യൂറോപ്പിനെ ആക്രമിക്കാനും യൂറോപ്പിലേക്ക് എൻട്രി ചെയ്യാനുമായിട്ട് ഇസ്ലാം ഭരണാധികാരികൾ അവരുടെ സായുധമായ എല്ലാ രീതികളും അവർ ഉപയോഗിച്ചു. നമുക്കറിയാം ലെപ്പൻ്റെ വാർ പോലെയുള്ള ആ സമയത്തൊക്കെ കൃത്യമായിട്ട് യൂറോപ്പും അവരുടെ മാർപ്പാപ്പയുടെ കീഴിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ അധിനിവേശത്തെ അവർ തടുത്തു നിന്നു. പക്ഷേ ഈ യൂറോപ്പ് പിന്നീട് നവോത്ഥാനത്തിൻ്റെ കാലത്ത് സ്പ്ലിറ്റ് ആവുകയാണ്. പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സും രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ്. അതിനുശേഷം യൂറോപ്പിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവിടെ സെക്യുലറിസം വളർന്നു പന്തലിക്കുന്നത്. ഈ സെക്യുലറിസം വളർന്നു പന്തലിച്ചതോടുകൂടി അവരുടെ മേലുണ്ടായിരുന്ന ഒരു സംരക്ഷണ വേലി ഉണ്ടായിരുന്നു. ആ വേലി പതുക്കെ പൊളിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് യൂറോപ്പിന്റെ ഇന്നത്തെ ഒരു അവസ്ഥയുടെ പ്രധാന കാരണം. അവർക്ക് അഭയാർത്ഥികളിലൂടെയുള്ള ചതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും എന്നാൽ സർപ്പങ്ങളെ പോലെ വിവേകികളുമായിരിക്കാം. യൂറോപ്പിന്റെ വിവേകം നഷ്ടപ്പെട്ടു. അവിടെയാണ് ദൈവത്തെ അവർ ഉപേക്ഷിച്ചതോടുകൂടി അവരുടെ വിവേകം നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ശത്രുവായിട്ട് കണ്ടിരുന്നവരെ മറ്റൊരു മാർഗത്തിലൂടെ അവർ യൂറോപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഫാർ റൈറ്റുകൾ ഉയർന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ ഫാർ റൈറ്റുകൾ എവിടെയൊക്കെയാണ് വളർന്നു വന്നിരിക്കുന്നതെന്ന് പരിശോധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി ഇതുപോലെയുള്ള രാജ്യങ്ങൾ. എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ ഫാർ റൈറ്റ്സ് ഇത്രയും വളരാൻ കാരണം? കാരണം അവിടെ കയറി കൂടിയവരുടെ പ്രവൃത്തികൾ തന്നെയാണ്. ആ പ്രവൃത്തികളോടുള്ള യൂറോപ്യൻസിന്റെ വിരോധമാണ് ഇപ്പോൾ ഫാർ റൈറ്റുകൾ വളരെ വേഗത്തിൽ വളരുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയും, ഈ ഫാർ റൈറ്റിൽ തന്നെ അവിടുത്തെ യുവാക്കളാണ്, പുരുഷന്മാരായ യുവാക്കന്മാരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഫാർ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഫാർ റൈറ്റ്സ് ഒരിക്കലും നമുക്കത് ട്രംപിന്റെ ഫാർ റൈറ്റ് ആശയങ്ങളുമായിട്ട് നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ട്രംപ് വന്നത് കൃത്യമായ നിലപാടുമായിട്ടാണ്. ദൈവത്തെയും രാജ്യത്തെയും കൂട്ടുപിടിച്ചാണ് ട്രംപ് വന്നത്. പക്ഷേ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഫാർ റൈറ്റ്സ് അവരുടെ ഉള്ളിലുള്ളത് മുസ്ലിം വിരുദ്ധത, അഭയാർത്ഥി വിരുദ്ധത, ഇതാണ് അവരുടെ ഉള്ളിൽ ഉയർന്നു നിൽക്കുന്നത്. പക്ഷെ അതൊരിക്കലും യൂറോപ്പിന്റെ ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് അത് കടന്നു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇപ്പോൾ സാധിക്കില്ല. പക്ഷേ ചില ഫാർ റൈറ്റുകളുണ്ട് കൃത്യമായ യാഥാസ്ഥിക ചിന്താഗതികളോടുകൂടി ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട്. പലപ്പോഴും പൂർവ്വ യൂറോപ്പിൽ വരുന്ന യാഥാസ്ഥിക ചിന്താഗതിക്കാർ അവർ കൃത്യമായിട്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അവർക്ക് ആദ്യമേ തന്നെ ഈ അഭയാർത്ഥികളിലൂടെ വരാൻ പോകുന്ന അപകടത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അവിടെയാണ് അവരുടെ വിജയം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ പശ്ചിമ യൂറോപ്പിൽ സംഭവിച്ചിരിക്കുന്ന അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല. കാരണം അവർ ആദ്യമേ തന്നെ വിവേകപൂർവ്വം ചിന്തിച്ചു. എല്ലാവരും അവരോട് പറഞ്ഞു അഭയാർത്ഥികളെ സ്വീകരിക്കാൻ പറഞ്ഞു. പക്ഷേ അവർ കൃത്യമായ നിലപാടെടുത്തു. ഇനി യൂറോപ്പിന് രക്ഷപ്പെടാനുള്ള മാർഗം അവരുടെ ഫാർ റൈറ്റ് ചിന്താഗതിയേക്കാൾ അവർ ട്രംപ് എടുത്ത നിലപാടിലേക്ക് വരിക എന്നുള്ളതാണ്. ട്രംപിന്റെ ഓരോ നീക്കങ്ങളും നമുക്ക് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഒന്ന്, ട്രംപിന്റെ ദൈവാശ്രയത്വമാണ്. 2, ട്രംപ് പ്രധാനമായിട്ടും ഹമാസ് അനുകൂലികളെ എന്ന പേരിലാണ് ബാക്കിയുള്ളവരെ പുറത്താക്കുന്നത്. അത് കൃത്യമായൊരു നീക്കമാണ്. ഹമാസ് അനുകൂലി എന്ന് പറഞ്ഞാൽ അത് ഏത് ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഷിയ ആയിക്കോട്ടെ, സുന്നി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരിൽ ഹമാസ് അനുകൂലികളുണ്ടെങ്കിൽ ഉറപ്പാണ് അവരുടെ ഉള്ളിൽ ഒരു തീവ്രവാദി ഉണ്ടെന്ന്. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹമാസിനും അനുകൂലമായ പ്രകടനങ്ങൾ നടത്തിയവർ, ക്യാമ്പസുകളിൽ നടത്തിയവർ, അത്തരം പോസ്റ്റുകൾ ഇട്ടവർ, ഇവരെ എല്ലാവരെയാണ് ട്രംപ് പുറത്താക്കുന്നത്. അതായത് കൃത്യമാണ് ട്രംപ് പുറത്താക്കുന്നത് തീവ്രവാദികളെ അല്ലെങ്കിൽ തീവ്രവാദികളാകാൻ സാധ്യതയുള്ള വ്യക്തികളെ ആ രാജ്യത്ത് നിന്ന് കുടിയിറക്കുകയാണ്. ഇതാണ് യൂറോപ്പും ചെയ്യേണ്ടത്. തങ്ങളുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ള തീവ്രവാദികളെ തിരിച്ചറിഞ്ഞ് അവരെ അവിടെ നിന്ന് മാറ്റണം. അതല്ലാതെ അവിടെ കാലാകാലങ്ങളായിട്ടുള്ള യൂറോപ്പിന്റെ സംസ്കാരത്തോട് ചേർന്ന് പോകുന്ന ഒരുപാട് മുസ്ലിംസ് അവിടെയുണ്ട്. ഒരിക്കലും യൂറോപ്പിന്റെ ചിന്താഗതി, ഫാർ റൈറ്റ്സിന്റെ ചിന്താഗതി ഒരിക്കലും മുസ്ലിം വിരുദ്ധമാകരുത്, പക്ഷേ തീവ്രവാദത്തോടുള്ള വിരോധമായിരിക്കണം. അങ്ങനെ ഒരു നിലപാട് അവർ സ്വീകരിക്കുകയാണെങ്കിൽ തീവ്രവാദികളെ തെരഞ്ഞുപിടിച്ച് യൂറോപ്പിന്റെ മണ്ണിൽ നിന്ന് അവർക്ക് പുറത്താക്കാൻ കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എന്തുണ്ടാവും, അവിടെ ഒരാൾ അവശേഷിച്ചാൽ മതി, അയാൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ട്രംപിൽ നിന്ന് ഇന്നത്തെ യൂറോപ്പിലെ ഫാർ റൈറ്റ് ചിന്താഗതിക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
ട്രംപ് എടുക്കുന്ന നിലപാടുകൾ നിങ്ങൾ പഠിച്ചാൽ മതി, ട്രംപ് സ്വീകരിക്കുന്ന നടപടികൾ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് എടുത്താൽ മതി, നിങ്ങളുടെ യൂറോപ്പും സമാധാനത്തിലേക്ക് കടന്നു വരും. നമ്മൾ ഈ വെസ്റ്റേൺ കൾച്ചർ, യൂറോപ്പിൻ്റെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ എന്താ പറയുക കുറേ കാലങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലുമൊക്കെ നമ്മൾ കാണുന്നത് പലപ്പോഴും വളരെ ഫ്രീ ആയ ലൈഫാണ്. പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇഷ്ടംപോലെ വിവാഹം കഴിക്കാം, അതുപോലെ ഫ്രീ സെക്സ്, അതുപോലെ ഡ്രസ്സ്, അതുപോലെ മദ്യം. അപ്പോൾ അതൊക്കെ എന്താ പറയുക ഇംഗ്ലീഷ് കൾച്ചർ, ഫ്രീ വെസ്റ്റേൺ. ശരിക്ക് ഇവിടെ അരുൺ പറഞ്ഞതുപോലെ എന്താണ് ശരിക്കും വെസ്റ്റേൺ കൾച്ചർ, എന്താണ് യൂറോപ്പിൻ്റെ കൾച്ചർ, എന്താണ് യൂറോപ്പിനെ യൂറോപ്പാക്കിയത്? അത് മറ്റൊന്നുമല്ല, ദേ എംബ്രൈസ്ഡ് ക്രിസ്ത്യാനിറ്റി, ദേ എംബ്രൈസ്ഡ് ക്രൈസ്റ്റ്. അവർ യേശുവിനെ കണ്ടുമുട്ടി, അവരുടെ ജീവിതം യേശുവിൽ റൂട്ടഡായി മാറി, അവർ ബൈബിള് പഠിച്ചു, അവർ ഈശോയുടെ നിയമങ്ങൾ അനുസരിക്കാൻ തുടങ്ങി. അങ്ങനെ ആ രാജ്യം അല്ലെങ്കിൽ ആ പ്രദേശം, ആ ഭൂഖണ്ഡം ശരിക്കും എന്താ പറയുക ഒരു സ്വപ്നഭൂമിയായി മാറി. എല്ലാ ലോകത്തിൽ തന്നെ ഒരു വലിയ പ്രകാശമായി മാറി. നമുക്കറിയാം ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കും എല്ലാം ഈ ഒരു സത്യ സുവിശേഷവുമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ആ ഒരു നാടുകളിൽ ആ ദേശത്തുള്ള ജനങ്ങളുടെ ജീവിതങ്ങളെ അകമാനം മാറ്റിമറിക്കുന്ന വലിയ പ്രകാശവുമായി സുവിശേഷവുമായിട്ട് മിഷണറിമാർ കടന്നു വന്നു. അവരിൽ പലരും കൊല്ലപ്പെട്ടു, അവർ തങ്ങളുടെ ജീവനെ തന്നെ ഹോമിക്കാൻ തയ്യാറായി. പക്ഷെ എന്നാൽ അവർ ക്രിസ്തുവിനെ പകർന്നു കൊടുത്തു. അതോടെ തന്നെ ക്രിസ്തു വന്നപ്പോൾ ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള ആ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, അവരുടെ പെരുമാറ്റം മാറി, അവരുടെ സ്വഭാവം മാറി, അവരുടെ അറിവ് മാറി, അവർക്കെല്ലാം കിട്ടി. ശരിക്കും അത് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ നിന്നാണ് അതാണ് ശരിക്കും യൂറോപ്പിൻ്റെ പ്രധാനം എന്ന് പറയുന്നത്. എന്നാൽ യൂറോപ്പിനെ എവിടെയാണ് തകർച്ച ആരംഭിച്ചു? യൂറോപ്പിനെ തോൽപ്പിച്ചത് നമ്മൾ കാണുന്ന പോലെ ലെഫ്റ്റിസ്റ്റ് ഐഡിയ ഉള്ളവരോ അല്ലെങ്കിൽ ലെഫ്റ്റ് പാർട്ടികളോ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളോ അല്ലെങ്കിൽ തീവ്രവാദികളോ ഇലുമിനാറ്റികളോ അല്ലെങ്കിൽ ഫ്രീമേസനോ അല്ലെങ്കിൽ സൈറ്റൻ വർഷിപ്പറോ ഒന്നുമല്ല. യൂറോപ്പിനെ തകർത്തത് അവർ തന്നെയാണ്. ശരിക്കും അവരുടെ ശക്തിയെ കൈവിട്ടു, അവരുടെ പ്രകാശത്തെ കൈവിട്ടു, അവരാക്കി മാറ്റിയവനെ അവർ കൈവിട്ടു, അവൻ്റെ ആശയങ്ങൾ, അവൻ്റെ ഐഡിയ കൈവിട്ടു. അപ്പോൾ അവരെ തകർക്കുക പിന്നെ വളരെ വളരെ എന്താ പറയുക വളരെ ഈസിയായി മാറി ശരിക്കും. അപ്പോൾ അങ്ങനെ ദുർബലമായ യൂറോപ്പിലേക്കാണ് ഈ ദേശത്തെ തകർക്കാൻ വേണ്ടി, ആ ജനങ്ങളെ തകർക്കാൻ വേണ്ടി, രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി എല്ലാ ശക്തികളും കൂടി ഒരുമിച്ച് കൂടിയത് ശരിക്കും. അപ്പോൾ യൂറോപ്പ് എന്താ ചെയ്യേണ്ടത്? ഇവിടെ അരുൺ പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. യൂറോപ്പ് ചെയ്യേണ്ടത് എവിടെയാണ് തങ്ങളുടെ തകർച്ച ആരംഭിച്ചതെന്ന് മനസ്സിലാക്കി അവർ ആ റൂട്ടിലേക്ക്, അവരവരുടെ ആ ഉറവിടങ്ങളിലേക്ക് അവരായി മാറി അത്തരം കാര്യങ്ങളിലേക്ക് അവർ തിരികെ പോകണം. അവർ ക്രിസ്തുവിലേക്ക് തിരികെ പോകണം, അവർ ബൈബിളിലേക്ക് തിരികെ പോകണം, അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് തിരികെ പോകണം. അവരുടെ ജീവിതങ്ങളെ അവരുടെ പൂർവ്വപിതാക്കന്മാർ സമർപ്പിച്ച പോലെ അവർ പൂർണ്ണമായിട്ടും സമർപ്പിക്കാൻ തയ്യാറാകണം. ഇപ്പോൾ അവരെ ഭരിക്കുന്ന ഇസങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങളെല്ലാം പോയി മറയും. അല്ലാതെ നമുക്ക് മറ്റൊരു രീതിയിലും തീവ്രമായ ആശയങ്ങൾ ഒരിക്കലും നമുക്ക് അതിനെ തോൽപ്പിക്കാൻ സാധിക്കും. കാരണം തിന്മയെ തോൽപ്പിക്കുവാൻ അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പിശാചിനെ പരാജയപ്പെടുത്താൻ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശരിക്ക് വളരെ വളരെ അവിടെയാണ് ട്രംപിൻ്റെ വിജയം. ട്രംപ് ഇതിനെക്കുറിച്ചുള്ള ഈ ആത്മീയ വശം, ഈ ഒരു ആത്മീയ ജ്ഞാനം ട്രംപ് പ്രാപിച്ചു. ട്രംപിൻ്റെ ആ കൂടെയുള്ള ആൾക്കാരും പ്രാപിച്ചു. അവർ എത്രമാത്രം പ്രാപിച്ചു അല്ലെങ്കിൽ പൂർണ്ണതയിലെന്ന് പറയുന്നില്ല, എങ്കിൽ പോലും ഒരു അളവ് വരെ അവർ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ അതാണ് ശരിക്കും തിരിച്ചറിയേണ്ടത്. ഇത് നമുക്കും ഈ ഇന്ത്യയിലും കേരളത്തിലും ഉള്ള എല്ലാവർക്കും ഉള്ള ഒരു വലിയൊരു ഗുണപാഠം ഇതാണ് ശരിക്കും. നമുക്ക് എവിടെയാണ് തകർച്ച എന്ന് നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ഉറവിടങ്ങളിലേക്ക് തിരികെ പോകാൻ തയ്യാറാകുക. ഇല്ലെങ്കിൽ നമ്മൾ അപമാനിതമായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അല്ല, ഇത് അതിൻ്റെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനിറ്റി വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഫിലോസഫിയുടെയൊക്കെ അതിൻ്റെ ഫിലോസഫി ലിറ്ററേച്ചറിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ പിന്നീട് അത്രയും ഫിലോസഫിക്കലായിട്ടുള്ളൊരു കാഴ്ചപ്പാട് അത്രത്തോളം ഇലാബറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ പ്ലേറ്റോയുടെ ആണെങ്കിലും സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ അങ്ങനെയുള്ള അതിനോട് സമകാലികമായിട്ടുള്ള ഒരുപാട് ഫിലോസഫേഴ്സ്, അതുപോലെ റോമൻ എംപയർ എന്നൊക്കെ പറയുന്ന അത്രത്തോളം പ്രോസ്പർ ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് അത്രയും പ്രോസ്പർ ആയിട്ടുള്ളൊരു കാലഘട്ടം മുട്ടുകുത്തിയത് ക്രിസ്തുവിന് മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ക്രിസ്തുവിന് മുന്നിൽ അതെല്ലാം മുട്ടുകുത്തിപ്പോയി. അതിനുശേഷം വരുന്ന ഇപ്പോൾ നമുക്കറിയാവുന്ന അക്വീനാസ്, അതുപോലെ സെൻറ്റ് അഗസ്റ്റിൻ്റെയൊക്കെ ഗോഡ് സെൻറ്റേഡ് ആയിട്ടുള്ള, ക്രൈസ്റ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള ഫിലോസഫികളാണ് പിന്നീട് എത്രയോ നൂറ്റാണ്ടുകളോളം ലോകത്തെ നയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വെച്ചിട്ട് വന്ന ഈ ലിബറലിസം, ലെഫ്റ്റ് ലിബറലിസം, അത് പിന്നീട് ലോകത്തെ നയിച്ച പക്ഷേ ക്രിസ്ത്യാനിറ്റിയാണ് ഏറ്റവും കൂടുതൽ അത് തകർക്കാൻ ശ്രമിച്ചത് യൂറോപ്പിൽ. പക്ഷേ ക്രിസ്ത്യാനിറ്റി അതിന് മുന്നിൽ മുട്ടുകുത്തിയില്ല എന്നുള്ളത് വളരെ വലിയൊരു ഫാക്ടറാണ് എന്നുള്ളത് കൂടി ഈ ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ളതാണ്. ലോകത്തിലെ പല രാജ്യങ്ങളും, പ്രധാനമായും യൂറോപ്പും, പതിറ്റാണ്ടുകളായി പിന്തുടർന്ന ലിബറൽ ലെഫ്റ്റ് ആശയങ്ങൾക്കും അപ്പുറത്ത് തീവ്രമായ ആശയങ്ങളിലേക്ക് ഇപ്പോൾ കാലെടുത്ത് വയ്ക്കുന്ന കാലഘട്ടമാണിത്. അത് വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് തീവ്ര ആശയങ്ങളുടെ വക്താക്കളായിരുന്ന മുസോളിനിയും ഹിറ്റ്ലറും അടക്കമുള്ള ആളുകൾ എന്താണ് ലോകത്തിന് വരുത്തി വെച്ചത് എന്നുള്ളത്. തീവ്ര ആശയക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഇന്നും യൂറോപ്പിൻ്റെ പേടി സ്വപ്നം, അതുമല്ലെങ്കിൽ ലോകത്തിൻ്റെ പേടി സ്വപ്നം എന്ന് പറയുന്നത് അങ്ങനെയൊരു കാലഘട്ടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്.
പലപ്പോഴും ട്രംപ് അടക്കമുള്ള ആളുകളെ അതോറിറ്റേറിയൻ ചിന്താഗതിക്കാരുടെ പിൻതലമുറക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ ട്രംപിന് ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ക്രിസ്തു സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുപോലെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ മാറുന്ന യൂറോപ്പ് അങ്ങനെ മാറട്ടെ എന്നും ഒരു കാലത്ത് യൂറോപ്പിനെ യൂറോപ്പാക്കി മാറ്റിയ, യൂറോപ്പിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ക്രിസ്തുവിൻ്റെ ആ പ്രകാശം യൂറോപ്പിനെ നയിക്കാൻ പാകത്തിൽ യൂറോപ്പ് മാറ്റപ്പെടട്ടെ എന്നും മാത്രമാണ് ഇന്നത്തെ നമ്മുടെ നിലപാട്. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.